ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും അൽഹംദുലില്ലാ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് ഒരു 1-2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇതിൽ ഈദ് ഷോപ്പിംഗ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, പിന്നെ നോമ്പ് തുറ വിശേഷങ്ങളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. കണ്ട് ഇഷ്ടമാവുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. രാവിലെ തന്നെ ഇതാ ഞാൻ മിഷ്യനിൽ തുണി ഇടുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെയൊന്നല്ല, ഇതൊരു 10 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നോമ്പായതുകൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റ് ആവലുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഡെയിലി വാഷ് ചെയ്യലില്ല കേട്ടോ. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നിടവിട്ട് ദിവസങ്ങളിൽ അങ്ങനെയാണ് മിഷ്യനിൽ തുണിയിടുക. കൂടുതലുള്ള ദിവസമാണെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ആണ്. ക്ലീനിങ് വലിയ എന്താ പറയുക, ക്ലീനിങ് ഒന്നുമില്ല. ഒരു ഒതുങ്ങിയ ചെറിയ റൂമായതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ എന്താ പറയുക, ഡെയിലി ക്ലീൻ ആക്കും. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ശീലമാണ്. നമ്മൾ ഡെയിലി ക്ലീൻ ആക്കണമെന്നില്ല, പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എന്തായാലും ഡെയിലി ക്ലീൻ ചെയ്യും. പിന്നെ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു 5-6 ദിവസമായിട്ടുണ്ടാവും. എന്നിട്ട് അപ്ലോഡ് ആക്കാത്തതെന്ന് വെച്ചാൽ ഒന്നാമത് മടിയാണ്, എഡിറ്റ് ചെയ്യാൻ നല്ല മടി, പിന്നെ ടൈം കിട്ടുന്നില്ല. എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടുന്നില്ല. എണീക്കാൻ ലേറ്റ് ആവും, പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ പോകും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നോമ്പ് തുറൻ്റെ ആ ഒരു തിരക്കിലാവും. പിന്നെ രാത്രിയാകുമ്പോൾ ഒന്നുകിൽ പുറത്ത് പോവും, അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ ടൈം കിട്ടലില്ല എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു മടിയെല്ലാം കൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സുഖമില്ലാണ്ടായി എന്നുള്ള, പിന്നെ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയെല്ലാം ആയിട്ട് ഇനി ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ. കുറച്ച് നാളായി ഞാൻ ഇങ്ങനെ ഓരോ പാത്രങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ട്, ഇന്നിപ്പോൾ ഇതാ ഞാൻ എല്ലാം ഓരോ ബോക്സിലായിട്ട് വെക്കുന്നുണ്ട്. അരിയെല്ലാം വാങ്ങിയിട്ട് ആ ഒരു കവറിൽ തന്നെ അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ള. എടുത്തു വെക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഒരുക്കി സെറ്റാക്കി വെക്കാം. ഇപ്പം വീഡിയോ എടുക്കുന്നില്ല, ഇത് നടക്കുന്നുമില്ല, അങ്ങനെയെല്ലാം ആയിട്ട് ഇന്നേതായാലും അങ്ങനെ കുറച്ച് ഓർഗനൈസിങ്ങും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ ഇപ്പം ചെയ്യുന്നുള്ളത്. ഓരോന്നും എടുത്തു വെക്കാനുണ്ടേനു, അതെല്ലാം ചെയ്യലാണ്. പിന്നെ ഇൻഷാ അള്ളാ എനിക്ക് നല്ലൊരു മൈക്ക് വാങ്ങണം. ഇത് കുറേ നാളായി, ഇപ്പോൾ 1 വർഷമെല്ലാം ആയിട്ടുണ്ടാവില്ലേ ഞാൻ ചാനൽ, 1 വർഷത്തിന് മുകളിലായി ഞാനിത് വാങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതിന് ഒട്ടും സൗണ്ട് കിട്ടുന്നില്ല. ഒന്നാമത് എനിക്കും സൗണ്ട് ഇല്ല, ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇതിലും എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ കൊടുക്കുന്നതിന് ഞാനിത് ഡിലീറ്റ് ആക്കി കളയലാന്ന് കേട്ടോ. അങ്ങനെ കുറേ ടൈം പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ അത് നോക്കിയിട്ട് വാങ്ങണം. പിന്നെ അങ്ങനെ ഇതാ ഓരോന്ന് ഒരുക്കി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ, ഇങ്ങനെ ഓരോ ക്ലീനിങ്ങും ഓർഗനൈസിങ് എല്ലാം. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, എല്ലാം അങ്ങ് ചെയ്തോളും, ആ ഒരു മടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇറങ്ങിക്കിട്ടാൻ ഉള്ള ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ പരിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. ഋഷിനോട് പറയും നോമ്പ് കഴിഞ്ഞിട്ട് വെക്കാം എന്നല്ലോ. പിന്നെ നോമ്പിന് പച്ചക്കറി തട്ടിക്കലേ ഇല്ല. ഇതുവരെ ചിക്കനും പിന്നെ മീനെല്ലാം ആയിട്ട് അങ്ങനെ അങ്ങ് പോവാം. പക്ഷെ എനിക്ക് പച്ചക്കറി കഴിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ മിഷ്യനിലിട്ട തുണിയില്ലേ, അതൊന്ന് വിരിച്ചിടാൻ പോക്കാം. മിഷ്യനിൽ തുണി ഇട്ടാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതങ്ങനെ ഇട്ടിട്ട് കുറേ കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ഞാനിത് അതെടുത്ത് വിരിച്ച് ഇടുക. ഓർമ്മ ഉണ്ടാവുകയേ ചെയ്യില്ല കേട്ടോ. കാര്യം ഇത് 1-2 മണിക്കൂർ ഇങ്ങനെ ടൈം എടുത്തിട്ട് ഇതിങ്ങനെയാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ആ ഒരു തിരക്കിലെല്ലാം അപ്പം പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് വിരിച്ചിടുക. ഇതിപ്പോൾ ഓർമ്മയോടെ ഞാൻ എടുത്തിട്ട് വിരിച്ചിടുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ട് ഇവിടെ ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമെല്ലാം ഞാൻ ഈ വിൻഡോ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ തുറന്നിടും പകലെല്ലാം. പക്ഷെ ഇപ്പോൾ നല്ല ചൂട് വരുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ ബാക്കിയുള്ള ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യലാന്ന് കേട്ടോ. ഉള്ളി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഉള്ളി വേണ്ടി വരൂലേ. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന മടിക്ക് ഞാൻ ഈ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുക്കലാന്ന് കേട്ടോ. ഇതാകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ലപോലെ അടിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ ഉള്ളിയില്ലേ, എന്താണെന്നറിയില്ല, എനിക്ക് കട്ട് ചെയ്യുമ്പോൾ വല്ലാണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇതുണ്ടാവില്ലേ, നാട്ടിൽ നിന്നെല്ലാം ആകുമ്പോൾ നമുക്ക് അങ്ങനെ വരത്തില്ല, പക്ഷെ ഇവിടുന്ന് നല്ലപോലെ ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര പുകച്ചിൽ. അങ്ങനെ ഞാൻ എളുപ്പപ്പണി എടുക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും കടിയെല്ലാം ആക്കുമ്പോൾ മാത്രമേ ഞാൻ ഇതെടുക്കൂ കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആ ഒരു പണി കഴിഞ്ഞിട്ടില്ലേ. വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആക്കുമ്പോൾ എന്താണ് ഞാൻ കട്ട് ചെയ്തിട്ടിടും. ഇങ്ങനെ ഇട്ടാൽ അത്ര വലിയ രസം ഉണ്ടാവില്ലല്ലോ. ഒരു അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും. ഞാനിന്ന് ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. ഒക്കെ മാറിപ്പോവും, ഞാൻ അട്ടിപ്പത്തിരി എന്നായിപ്പോവും. ശരിക്കും അതിനകല്ലേ മാച്ചാകുക അട്ടിപ്പത്തിരി എന്നുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി എക്സ്ട്രാ എടുത്തത് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറി ആക്കുന്നുണ്ട്. അപ്പോൾ 2 ഉള്ളി അതിന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട്. ഒറോട്ടിയും ചിക്കൻ കറിയും പിന്നെ ചട്ടിപ്പത്തിരി ആക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ കുക്കറിലാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്നല്ലേ ഉമ്മ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇങ്ങനെ ചതച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷെ ഞാൻ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഉമ്മ അങ്ങനെ വെക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ അല്ല, കുറേ കാലമായി അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പ പണിയായില്ലേ, ഇത് ചതക്കണമെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ഇല്ലെങ്കിലോ അങ്ങനെയുള്ള ആയിട്ട് പെട്ടുപോലെ. അപ്പം അങ്ങനെ എന്നിട്ട് ഞാനിതിൽ തക്കാളിയും പച്ചമുളകും പിന്നെ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ അതിന് 2-3 വിസിലിന് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ ചട്ടിപ്പത്തിരിക്കുള്ള ആ ഒരു ഉള്ളി ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, ഇതൊക്കെ തന്നെ നമ്മൾ പപ്സിൻ്റെ മസാലയില്ലേ, ഇറച്ചിപ്പത്തിലിൻ്റെ, അപ്പോൾ ആ ഒരു മസാല തന്നെയാണ് കേട്ടോ ഇതിൽ ഞാൻ ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ കുറച്ച് പൗഡർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞളും കുരുമുളകെല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനില്ലേ ഇങ്ങനെ ഉണ്ടാകാൻ വിചാരിച്ച് പപ്സ് തന്നെ ആക്കിയാലോ എന്ന് വിചാരിച്ച്. ഇതിപ്പോൾ ഓരോ ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണ്ടേ, അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ കറിക്കുള്ള മസാല ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മസാല മീൻസ് പൗഡറെല്ലാം ഇട്ടിട്ട് എണ്ണയിൽ അങ്ങനെ ഇങ്ങനെ ഒരു തവണ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പള്ളിയിലെ കറി ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഇന്നും അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതാകുമ്പോൾ പണിയും കുറവാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ഒന്ന് ചിക്കൻ വെന്ത് വരുന്ന ടൈമിൽ മസാലകളെല്ലാം ഇങ്ങനെ ഒന്ന് എണ്ണയിലിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കലാണ്. നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. എന്നിട്ട് ഹംദ TV കാണുന്ന അടുത്തുനിന്ന് വന്നിട്ട് ഇട്ടിരുന്നു, ഭയങ്കര സ്മെല്ല് എന്നാത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്നാക്സിനുള്ള ചട്ടിപ്പത്തിരിക്കുള്ള ആ ഒരു ദോശൻ്റെ ആ ഒരു ബാറ്റർ റെഡിയാക്കലാന്ന് കേട്ടോ. ഞാൻ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നുള്ളത്.
ഒരു മുട്ടയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇല്ലേ ഇവിടുത്തെ മുട്ടയ്ക്കില്ലേ ഭയങ്കര കളറ്. പിന്നെ ആണെങ്കിൽ നാട്ടിൽ നിന്നെല്ലാം ഹംദ ഡെയിലി രാവിലെ ഓരോ മുട്ട കഴിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഓക്ക് മുട്ട കഴിക്കാനുള്ള ആ ഒരു ഇതങ്ങ് പോയി കിട്ടി. ഇവിടെ നോക്കിയാൽ മഞ്ഞൾപ്പൊടി ഇട്ട പോലെ ആ ഒരു മഞ്ഞ കളർ ഇല്ലേ, ഭയങ്കര കളറേനു. പിന്നെ ദോശ ചുട്ടെടുത്താലും പിന്നെ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ കുറച്ച് മുന്നേ ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ട് പാളിപ്പോയൊരു വീഡിയോ? അതിൻ്റെ ദോശയാണ് കേട്ടോ എനിക്ക് റെഡി ആവാണ്ട് അതിന്. ഇതിൽ മുട്ട ചേർത്തോണ്ടാന്ന് തോന്നുന്നു നല്ല നൈസായിട്ട് റെഡി ആയിട്ടുണ്ടേനു. അതല്ലാണ്ട് ഞാൻ പാനിലും ഓയിലാക്കിന്, മുകളിലും ഓയിലാക്കിയിട്ട് മൊത്തത്തിൽ ഓയിൽ കുളിച്ചിട്ടുണ്ടേനു ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന ടൈമിൽ. ഇതിൽ ഞാൻ ഓയിൽ ആക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയായിരിക്കും ഞാൻ സാധാ വീട്ടിൽ ആട്ടപ്പൊടിൻ്റെ ദോശ ഉണ്ടാക്കില്ലേ, ഗോതമ്പിൻ്റെ ആ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ കുറച്ച് ഗീയെല്ലാം ആക്കിയിട്ട് ചുട്ടെടുക്കുന്ന കാണലിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ ആയിരിക്കും. പക്ഷേ അതുപോലെ ആക്കിയാൽ ഒട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ശരിക്കും റെഡിയാക്കട്ടെ. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു 8 ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത് അത്രക്കൊന്നും വേണ്ടേനു, ഒരു 1-2 ലെയർ മാത്രം ആക്കിയാൽ മതിയേനു. അത് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഇതിലേക്ക് മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്, ഇതിൽ മുക്കാൻ വേണ്ടിയിട്ട്, ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ടേൻ്റെ ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിൽ ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം ഓവർ മുട്ട മാത്രം ആകുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സ്മെല്ലടിക്കുന്ന പോലെ അങ്ങനെ ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഈ ചിക്കൻ റോളും കട്ട്ലേറ്റെല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ ഈ മുട്ടയിലാണല്ലോ ഡിപ്പ് ചെയ്യുക. അതിന് പകരം നമ്മൾ മൈദ കലക്കിയിട്ട് അങ്ങനെ ആക്കില്ല. അപ്പോൾ അതുപോലെ ഞാൻ ഇതിലും ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് മൈദയും വെള്ളവും പിന്നെ പാലും ചേർത്തിട്ട് അങ്ങനെ ആ ഒരു ബാറ്ററി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും റെഡി ആവുമായിരിക്കും വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട്, പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം പാനിൽ കുറച്ച് ഓയിൽ തടവുന്നുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഈ ഓരോ ദോശ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇതാ മസാല ഇട്ട് കൊടുത്ത് ഫസ്റ്റത്തെ ലെയർ കംപ്ലീറ്റായി. അങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ സെറ്റാക്കുന്നത്. അങ്ങനെ ഇതാ ലാസ്റ്റത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഓവറായിട്ട് മസാല ഉള്ള സ്നാക്സൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. ഇത് എൻ്റെ ഓർമ്മയിൽ 1-2 തവണ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. 2 തവണ ഓർമ്മയില്ല, 1 തവണ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെ വലിയ താല്പര്യമില്ല. കാര്യം ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മസ്ത് പോലെ ഉണ്ടാവും. നമ്മൾ നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ വിചാരിക്കും എന്തായാലും കഴിക്കാം, പക്ഷെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല വിചാരിച്ച പോലെയൊന്നും. അങ്ങനെ അത് ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കുറേ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുണ്ട്. പിന്നെ ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ സോപ്പിലിങ്ങനെ പതപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ ഞാൻ. എനിക്ക് നല്ല സോപ്പ് വേണം. അത് അലക്കുമ്പോൾ ആയാലും പാത്രങ്ങൾ കഴുകുമ്പോൾ അങ്ങനെ നല്ല സോപ്പ് വേണം എനിക്ക്, ഞാൻ കഴുകുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഉമ്മ തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് അധികം ഈ പണികളെടുക്കൽ.
അങ്ങനെ ഇതാ ചട്ടിപ്പത്തിരിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇത് മറിച്ചിടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എങ്ങനെയൊക്കെയോ ആണ് ഞാനത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ അവിടുന്ന് റെഡി ആവുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി ഒറോട്ടി ചുട്ടെടുക്കലാണ്. ഇത് ഞാൻ ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെച്ചതേനു. അപ്പം കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടേനു. എന്നാലും കുഴപ്പമില്ല. നാട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഒറോട്ടി ചുടലാണ്. ഞാൻ വേറെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാലും ഒറോട്ടി ചുടാൻ ഞാൻ നിൽക്കലില്ല കേട്ടോ. എനിക്കിഷ്ടേ അല്ല ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, അതങ്ങനെ റെഡി ആവലാണ്. എനിക്കിതിൻ്റെ ചുട്ടെടുക്കേണ്ട എങ്ങനെയാണെന്ന് തന്നെ അറിയില്ലേനു. പക്ഷെ എല്ലാം പഠിച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പം പഠിച്ചല്ല, ഇവിടെ വന്നിട്ടല്ല, കുറച്ച് മുന്നേ തന്നെ എല്ലാം സെറ്റായിട്ടുണ്ടേനു കേട്ടോ. പിന്നെ നാട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ ഈ ഓയിൽ കവറിലല്ല കിട്ടുക. അപ്പോൾ ആ ഒരു കവറിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഓരോന്നിങ്ങനെ ഓടിൽ വെക്കാൻ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ എനിക്കൊരു കവർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഓടിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഓരോന്ന് പരത്തിയെടുക്കലാണ് കേട്ടോ. നാട്ടിൽ നമ്മൾ അരി അരച്ച് പിന്നെ പൊടി മിക്സ് ചെയ്തിട്ടാണ് ഒറോട്ടി ചുട്ടെടുക്കൽ. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. മുന്നേ ഞാനിവിടെ വന്നപ്പോൾ നാട്ടിൽ നിന്ന് ഒറോട്ടിപ്പൊടി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പൊടി വാങ്ങിയിട്ട് അത് അരി അരക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചുട്ടെടുക്കലാണ്. അത് എളുപ്പപ്പണിയാണ്. പക്ഷെ അതിലും ഒരു ടേസ്റ്റ് നാടൻ സ്റ്റൈല് വരുന്നത് നമ്മളിങ്ങനെ അരി അരക്കുമ്പോൾ ആണ് കേട്ടോ. പിന്നെ ഇത്തവണ ഞാൻ പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ. അത് കഴിയുന്ന വരെ ഇങ്ങനെ ചെയ്യാം. ഇനിയിപ്പം ഇവിടുന്ന് വാങ്ങേണ്ടി വരും. ഇങ്ങോട്ട് വരാൻ പറയും, ഇങ്ങോട്ട് വരാൻ പറയും. അതിൻ്റെ ഇടയ്ക്ക് ഋഷി വരുന്നതായിട്ട് ഞാൻ അങ്ങനെ ബാൽക്കണി വരെ പോയിട്ടുണ്ടായിരുന്നു. ഹംദ അവിടുന്ന് എത്തി നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഒറോട്ടിൻ്റെ കാര്യം അങ്ങ് വിട്ടുപോയി കേട്ടാ. വരുമ്പോഴേക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പം ഉണ്ടായിട്ടില്ല. ഓളാടെ ബാൽക്കണിയിൽ ഒറ്റയ്ക്കാക്കിയാൽ ശരിയാവില്ല, ഇങ്ങനെ എത്തി വിളിങ്ങിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും ഒന്നിച്ച് വേഗം ഓടിയതാണ് കേട്ടോ അവൾ പോകുന്ന കണ്ടിട്ട്. എന്നാലും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു ടൈമായി. പിന്നെ ആ ഒരു തിരക്കിലായിപ്പോയി ഞാൻ. പിന്നെ ഇതാ ചട്ടിപ്പത്തിരി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കാണിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ലേനു. റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത്ര ലെയർ വേണ്ടേനു എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഓവറായിട്ട് മസാല ആകുമ്പോൾ ഇല്ലേ നമുക്ക് ശരിക്കും മസ്തായിപ്പോൾ തലക്ക് പിടിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല. 1-2 പീസോ മാത്രം നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഋഷി അങ്ങനെ ഓഫീസിലെല്ലാം ഇത് കൊടുത്തയക്കുക ചെയ്തേ. നമുക്കങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ വെച്ചിട്ട് വെറുതെ കളയണ്ടല്ലോ അങ്ങനെ. പിന്നെ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് അതിന് ശേഷം ഇതാ ഞാനല്ല ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ ചെറിയ ഈദ് ഷോപ്പിങ്ങിന് കുറച്ച് നാളായി ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ സമയം ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 9 മണി എല്ലാം കഴിഞ്ഞിട്ടാണ്, 9:30. നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു. 10 മണിക്കാണ് നമ്മളവിടെ എത്തിയ കറക്റ്റ്. പിന്നെ 10:30 ഇത് ക്ലോസ് ആവുമെന്ന് അറിഞ്ഞത്. പിന്നെ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല. ഞാൻ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. അവിടെ എത്തിയപ്പോൾ നമ്മൾ അറിഞ്ഞത് 10:30 ക്ലോസ് ആവുന്നുള്ള. 12 മണിയെല്ലാം ആവുമെന്നാണ് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ച് വന്നതാണ്. പിന്നെ തിരക്ക് പിടിച്ച് ഇങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇട്ട് നോക്കിയിട്ട് സെറ്റാവുകയാണെങ്കിൽ എടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ. പിന്നെ വേറെയും നോക്കുന്നുണ്ട്. അങ്ങനെ അതിൽ ഒന്നാണ് കേട്ടോ ഇത്.
ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. ഋഷിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ട് എടുത്തതാണത്. അങ്ങനെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് സെറ്റായിട്ടുണ്ട്. എന്താ പറയുക, പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. നമ്മളിപ്പം വന്നിട്ടുള്ളത് RNBയിലാണ്. അങ്ങനെ ഹംദക്ക് നോക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ റഷി അത് ബില്ലടിക്കുന്ന ടൈമിലാണ് ഞാൻ ബാക്കിയുള്ള ഇങ്ങനെ വീഡിയോ എടുക്കുന്നുള്ളത് കേട്ടോ. ഹംദൻ്റെ സെറ്റായിട്ടില്ലേനോ, ഞാൻ എൻ്റെ മാത്രം അതൊന്ന് സെറ്റായിട്ട് അങ്ങനെ എടുത്ത്. പിന്നെ ബാക്കിയുള്ള ചെരുപ്പും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അതിനെല്ലാം ഇനി വേറെ ദിവസം വരണം. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ബ്രോസ്റ്റഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഈ കുറിയർ മാളിൽ നല്ല ചിക്കൻ കിട്ടും, നമുക്കത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നേനു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ആ ലൈറ്റ് എല്ലാം ഓഫായി, എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നടന്നിട്ടില്ല. പിന്നെ നമ്മൾ അൽബയ്ക്ക് പോയിട്ട് ഒരു ബർഗർ കഴിച്ച്. എന്തെങ്കിലും പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും കഴിക്കണം. എനിക്ക് പുറത്തിറങ്ങിയാൽ വിശക്കും. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ ബർഗർ വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടേനു. ഇത് പിന്നെ വേറൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പുറത്ത് പോകാൻ ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഋഷി ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 1-2 വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന് എന്താ അവിടെ ജോബ് എന്താണെന്നെല്ലാം ചോദിച്ചിട്ട്. ഒരു ടൈപ്പിംഗ് സെൻറ്ററിലാണ് കേട്ടോ. അങ്ങനെ ആദ്യമേ ഇതാ ഫസ്റ്റ് ഞാൻ ചെരുപ്പെടുക്കാൻ. ഇത് നമ്മൾ ഇപ്പോൾ ഇത് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതല്ല. ഞാൻ ഇവിടെ വന്ന ടൈമിൽ പിന്നെ കുറച്ച് നേരം എനിക്ക് ചെരുപ്പെടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വരുമ്പോൾ ഷൂ ഇട്ടിട്ടാണ് വന്നത്. പിന്നെ ചെരുപ്പൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് വാങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു ചെരുപ്പ് വാങ്ങി. അത് ഫ്ലോപ്പായിപ്പോയി, റെഡി ആയിട്ടില്ല. എന്താ പറയുക, അധികം നടക്കുമ്പോൾ കാല് വേദനിക്കാൻ തുടങ്ങി. അങ്ങനെ വേറൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൻ്റെ ബ്ലാക്കും ഉണ്ട്, ഈ ഒരു കളറും ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ എനിക്ക് ഒരു ഓഫ് വൈറ്റ് ആ ഒരു കളറാണ്. അപ്പോൾ അത് ഇഷ്ടമായി. ബ്ലാക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച്. പക്ഷേ അത് രണ്ടും എല്ലാം എടുത്തിന്. കുറച്ച് നേരം അതിൻ്റെ വേറൊരു മോഡലുണ്ട്, അങ്ങനെ അതെടുത്ത്. ഇവിടെ ചെരുപ്പിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നല്ല ഹീലുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര വെയിറ്റായിട്ട് തോന്നുന്നത്. പിന്നെ ഋഷി പറഞ്ഞ് അധികം ഇട്ട് നടക്കാനൊന്നും പറ്റൂല, നമ്മളിങ്ങനെ ഓവറായിട്ട് പുറത്ത് പോകുന്നില്ലേ, അപ്പോൾ ഇട്ടെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിയിട്ടില്ല. വേറൊരു ഫ്ലാറ്റ് ചെരുപ്പാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഒരു മാളിൽ പോയി. പിന്നെ അതിൻ്റെ അടുത്ത് ഞങ്ങൾ സൂക്കിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. സൂക്കിൽ പോയി കുറച്ച് ഡ്രസ്സെല്ലാം നോക്കി. ഇതൊന്നും ഈദ് ഷോപ്പിംഗ് അല്ല. എന്താ പറയുക, ഞാൻ വരുമ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല. വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല ലഗേജ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ എത്തി നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ അപ്പോൾ എനിക്കും അമ്മക്കും 1-2 ഡ്രസ്സെല്ലാം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു ടൈമിൽ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് അല്ല കേട്ടോ. ആ ഒരു പെരുന്നാൾക്ക് എടുക്കണമെന്നുള്ള ആ ഒരു ഇത് വന്നിട്ടില്ല. ഞാനിവിടെ വന്ന പാടുമാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയേ ഉള്ളൂ. പിന്നെ എടുത്ത ഡ്രസ്സ് എന്തെല്ലാമെന്നല്ലോ ഞാൻ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും വ്ലോഗിലായിട്ട് കാണിക്കാം. അങ്ങനെ പിന്നെ അമ്മക്ക് പുറത്തിറങ്ങിയാൽ വെള്ളം വേണം, നമുക്ക് ദാഹം കൂടുതലാണ്. അങ്ങനെ പിന്നെ പുറത്ത് പോയി വേറെ എന്തൊക്കെയോ കഴിച്ചിട്ട് ഞാൻ മനസ്സിലായി പുറത്തിറങ്ങി എന്തെങ്കിലും വാങ്ങണം. അങ്ങനെ എന്തൊക്കെയോ വാങ്ങി കഴിച്ച് അതങ്ങനെ കഴിഞ്ഞ്. ഇത് പിന്നെ ഞാൻ ആദ്യം കാണിച്ച ഏത് ഷോപ്പിങ്ങിൻ്റെ വ്ളോഗിൻ്റെ ബാക്കിയാണ് കേട്ടോ. അങ്ങനെ അൽബയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്താൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളിത് എപ്പോൾ പോയേ, സാറ്റർഡേ അങ്ങനെ സൺഡേ അങ്ങനെ ഏതോ ദിവസമാണ് പോയത്. എനിക്കൊന്ന് അങ്ങനെ ഏതോ ദിവസമാണ്, അല്ലെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഋഷി ഓഫീസിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും മാത്രമാണ് റൂമിലേക്ക് പോകുന്നുള്ളത്. ഋഷി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ റൂമിലേക്ക് പോകുന്നത്. ഇനി ഹംദൻ്റെ ഇത് ഷോപ്പിംഗ് വ്ളോഗും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ
ഉടനെ അപ്ലോഡ് ആക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗും വിശേഷങ്ങളെല്ലാം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക, പുതിയ വ്യൂവേഴ്സാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.